നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഭരണഘടന. ഭരണഘടന എന്ന ടോപ്പിക്കിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അവ പൊതുവെ അറിയപ്പെടുന്നതാണ് മൗലിക അവകാശങ്ങൾ അഥവാ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഭരണഘടന രൂപീകരിക്കുന്ന വേളയിൽ തന്നെ ഒരു പ്രത്യേകം സംരക്ഷിക്കപ്പെടേണ്ട അവകാശങ്ങളുടെ ഒരു പട്ടിക തന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അവ അറിയപ്പെടുന്നതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലെങ്കിൽ മൗലിക അവകാശങ്ങൾ. ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് PSC പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം നിങ്ങളത് ആവർത്തിച്ച് പഠിക്കുക. ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ എന്നീ വിശേഷണമുള്ള ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 3. അപ്പോൾ ഭാഗം 3ൻ്റെ വിശേഷണങ്ങളാണ് ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിൻ്റെ വിളക്കുകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശം എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പം ഇതും മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശം കടമെടുത്തിട്ടുള്ളത്. മൗലിക അവകാശത്തെപ്പറ്റി പറയുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗത്തെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് നമ്മൾ മുൻപൊന്ന് പറഞ്ഞതാണ്. എങ്കിലും മൗലിക അവകാശത്തെപ്പറ്റി പറയുന്ന ഭരണഘടനയുടെ 3-ാം ഭാഗത്തെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നാണ് വിശേഷിക്കപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ നീതിപരമായവ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികമായ അവകാശങ്ങൾ നീതിപരമായവ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ USA ഉൾപ്പെടെ ലോകത്തെ മറ്റേതൊരു രാജ്യത്തിൻ്റെയും ഭരണഘടനയിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ വിപുലമാണ്. അപ്പം നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ലോകത്തെ മറ്റേത് ഭരണഘടനയിലേക്കാൾ വിപുലമാണ്. യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ വ്യക്തികൾക്കും ഭരണഘടന മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നു. യാതൊരുവിധ വിവേചനവുമില്ലാതെ എല്ലാ വ്യക്തികൾക്കും ഭരണഘടന മൗലിക അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. ഇത് എല്ലാ വ്യക്തികളുടെയും സമത്വം, വ്യക്തിയുടെ അന്തസ്സ്, വലിയ ഭാഗം വരുന്ന ജനങ്ങളുടെ പൊതു താൽപ്പര്യം, രാഷ്ട്രത്തിൻ്റെ ഐക്യവും എന്നിവ ഉയർത്തിപ്പിടിക്കുന്നു. ഇത് എല്ലാ വ്യക്തികളുടെയും സമത്വം, വ്യക്തിയുടെ അന്തസ്സ്, വലിയ വിഭാഗം വരുന്ന ജനങ്ങളുടെ പൊതു താൽപ്പര്യം, രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നിവ ഉയർത്തിപ്പിടിക്കുന്നു. മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ആദർശം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഉള്ളതാണ്. മൗലിക അവകാശങ്ങൾ രാഷ്ട്രീയ ജനാധിപത്യത്തിൽ ആദർശം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതിന് ഉള്ളതാണ്. രാജ്യത്ത് സ്വേച്ഛാധിപത്യ ഭരണം സ്ഥാപിക്കുന്നത് തടയുകയും ഭരണകൂടത്തിൻ്റെ അധിനിവേശത്തിനെതിരെ ജനങ്ങളുടെ ലിബർട്ടി ആൻഡ് ഫ്രീഡം സംരക്ഷിക്കുകയും ചെയ്യുന്നു. രാജ്യത്ത് സ്വേച്ഛാധിപത്യ ഭരണം സ്ഥാപിക്കുന്നത് തടയുകയും ഭരണകൂടത്തിൻ്റെ അധിനിവേശത്തിനെതിരെ ജനങ്ങളുടെ ലിബർട്ടി ആൻഡ് ഫ്രീഡം സംരക്ഷിക്കുകയും ചെയ്യുന്നു. നിയമനിർമ്മാണ സഭയുടെ എക്സിക്യൂട്ടീവിൻ്റെയും ഏകപക്ഷീയമായ നിയമങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെ പരിമിതികളായി മൗലികാവകാശങ്ങൾ പ്രവർത്തിക്കുന്നു. നിയമനിർമ്മാണ സഭയുടെയും എക്സിക്യൂട്ടീവിൻ്റെയും ഏകപക്ഷീയമായ നിയമങ്ങളുടെയും സ്വേച്ഛാധിപത്യത്തിൻ്റെ പരിമിതികളായി മൗലിക അവകാശങ്ങൾ പ്രവർത്തിക്കുന്നു. ചുരുക്കത്തിൽ മൗലിക അവകാശങ്ങൾ ലക്ഷ്യമിടുന്നത് മനുഷ്യരുടെയല്ല നിയമങ്ങളുടെ ഒരു സർക്കാർ സ്ഥാപിക്കാനാണ്. ചുരുക്കത്തിൽ മൗലിക അവകാശങ്ങൾ ലക്ഷ്യമിടുന്നത് മനുഷ്യരുടെയല്ല നിയമങ്ങളുടെ ഒരു സർക്കാർ സ്ഥാപിക്കാനാണ്. മൗലിക അവകാശങ്ങൾ വളരെ പ്രാധാന്യമേറിയതിനാൽ ഗവൺമെൻറ് അവ ലംഘിക്കുന്നേയില്ലെന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്നു. മൗലിക അവകാശങ്ങൾ വളരെ പ്രാധാന്യമേറിയതിനാൽ ഗവൺമെൻറ് അവ ലംഘിക്കുകയില്ലെന്ന് ഭരണഘടന ഉറപ്പുവരുത്തുന്നുമുണ്ട്.
മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. അപ്പം മൗലിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. വ്യക്തികളുടെ സർവോത്മുഖമായ വികസനത്തിന് ഭൗതികവും ബൗദ്ധികവും ധാർമ്മികവും ആത്മീയവുമായ ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന അർത്ഥത്തിൽ ഭരണഘടന ഫണ്ടമെൻ്റൽ ആണ്. വ്യക്തികളുടെ സർവോത്മുഖമായ വികസനത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് എന്ന അർത്ഥത്തിൽ ഭരണഘടന ഫണ്ടമെൻ്റൽ ആണ്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ള വിഭാഗം നീതിന്യായം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മൗലിക അവകാശങ്ങളെ ലംഘിക്കുകയോ അന്യായമായ രീതിയിൽ നിയന്ത്രിക്കുകയോ ചെയ്താൽ ഇത്തരം പ്രവൃത്തികളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ അധികാരമുള്ളത് നീതിന്യായ വിഭാഗത്തിനാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഇത് പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നത് റിട്ടുകളാണ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷണത്തിനുള്ള ഉപകരണം എന്നറിയപ്പെടുന്നത് എന്താണ്? റിട്ടുകളാണ്. മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ റദ്ദ് ചെയ്യപ്പെടുന്നു. അപ്പോൾ മൗലിക അവകാശങ്ങൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ റദ്ദ് ചെയ്യപ്പെടുന്നു. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുള്ളത് രാഷ്ട്രപതിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. പലതവണ PSC ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഭരണഘടനയിലെ 7 മൗലിക അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. 1. സമത്വത്തിനുള്ള അവകാശം, ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. ഇനി മുന്നോട്ട് വരുന്ന എല്ലാ ആർട്ടിക്കിളുകളും PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം മനസ്സിരുത്തി പഠിക്കുക. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായുള്ള അവകാശങ്ങൾ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. സ്വത്തിലേക്കുള്ള അവകാശം ആർട്ടിക്കിൾ 31. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. നമുക്ക് ഒന്നുകൂടെ നോക്കാം. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ. സ്വത്തിലേക്കുള്ള അവകാശം ആർട്ടിക്കിൾ 31. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം ആർട്ടിക്കിൾ 32. 1978 44 ഭേദഗതി നിയമം മുഖേന സ്വത്തിലേക്കുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് PSC പലതവണ ചോദിച്ചിട്ടുണ്ട്. 1978 എത്രാം ഭേദഗതി പ്രകാരമാണ് സ്വത്തിലേക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്? 44 നിയമ ഭേദഗതി പ്രകാരം. അതിനാൽ നിലവിൽ 6 മൗലിക അവകാശങ്ങൾ മാത്രമാണ് ഉള്ളത്. 6 മൗലിക അവകാശങ്ങൾ മാത്രമാണ് നിലവിൽ ഉള്ളത്. ഭരണഘടന നിലവിൽ വരുമ്പോൾ സ്വത്തവകാശം മൗലിക അവകാശമായിരുന്നു. എന്നാൽ നിലവിൽ സ്വത്തവകാശം ഒരു നിയമാവകാശം മാത്രമാണ്. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44 ഭരണഘടനാ ഭേദഗതി 1978 റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോളുക. പലതവണ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി 44 ഭരണഘടനാ ഭേദഗതി 1978. 44 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1979. 44 ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്നാണ് 1979. സ്വത്തവകാശത്തെ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിലാണ്. സ്വത്തവകാശത്തെ 44 ഭരണഘടനാ ഭേദഗതി പ്രകാരം
ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് 12ാം ഭാഗത്തിലാണ്. 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പാണ് ആർട്ടിക്കിൾ 300A ആണ് 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ്. സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 31. സ്വത്തവകാശത്തെപ്പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 31. ആർട്ടിക്കിൾ 31A, 31B, 31C ഇപ്പോഴും നിലവിലുണ്ട്. ആർട്ടിക്കിൾ 31A, 31B, 31C ഇപ്പോഴും നിലവിലുണ്ട്. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകൾ നമുക്ക് നോക്കാം. മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാകത്തുള്ളൂ. മറ്റുള്ളവ പൗരന്മാരോ വിദേശികളോ കോർപ്പറേഷനുകളോ കമ്പനികളോ പോലുള്ള നിയമപരമായ വ്യക്തികളോ ആകട്ടെ എല്ലാവർക്കും ലഭ്യമാണ്. അപ്പോൾ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാവുള്ളൂ. മറ്റുള്ളവ പൗരന്മാരോ വിദേശികളോ കോർപ്പറേഷനുകളോ കമ്പനികളോ പോലുള്ള നിയമപരമായ വ്യക്തികളോ ആകട്ടെ എല്ലാവർക്കും ലഭ്യമാണ്. മൗലിക അവകാശങ്ങൾ പരിപൂർണമോ സമ്പൂർണമോ നിയന്ത്രിതമോ അല്ല. അവ വ്യവസ്ഥാവിധേയമാണ്. അവയ്ക്കുമേൽ ഗവൺമെൻറ്റിന് യുക്തിപരമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താവുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ ഇത്തരം നിയന്ത്രണങ്ങൾ ന്യായമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയിലെ കോടതികളാണ്. ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരൻ്റെ സംരക്ഷണ കവചമായി മൗലിക അവകാശങ്ങൾ നിലകൊള്ളുന്നു. അവയിൽ ചിലത് സ്വകാര്യ വ്യക്തികളുടെ നടപടിക്കെതിരെയും ലഭ്യമാണ്. അപ്പോൾ ഭരണകൂടത്തിൻ്റെ ഏകപക്ഷീയമായ നടപടികൾക്കെതിരെയുള്ള പൗരൻ്റെ സംരക്ഷണ കവചമായി മൗലിക അവകാശങ്ങൾ നിലകൊള്ളുന്നു. അവയിൽ ചിലത് സ്വകാര്യ വ്യക്തികളുടെ നടപടിക്കെതിരെയും ലഭ്യമാണ്. മൗലിക അവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. ഇവ വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു. മൗലിക അവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ്. മൗലിക അവകാശങ്ങൾ നടപ്പിലാക്കാൻ ഒരു പൗരന് കോടതിയെ സമീപിക്കാനും മൗലിക അവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നേരിട്ട് കേസ് ഫയൽ ചെയ്യാനും സാധിക്കും. ഇനി സാധാരണ നിയമം കൊണ്ട് പാർലമെൻറ്റിന് തടയിടാൻ കഴിയുന്ന ഒന്നല്ല മൗലിക അവകാശം. അതിന് ഭരണഘടനാ ഭേദഗതി തന്നെ വേണ്ടിവരും. സാധാരണ നിയമം കൊണ്ട് പാർലമെൻറ്റിനൊന്നും തടയിടാൻ കഴിയുന്ന ഒരു കാര്യമല്ല മൗലിക അവകാശം. അതിന് ഭരണഘടനയുടെ ഭേദഗതി തന്നെ വേണ്ടിവരും. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത വിധത്തിൽ പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താവുന്നതാണ്. എങ്ങനെയാണ്? ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ബാധിക്കാത്ത വിധത്തിൽ പാർലമെൻറ്റിന് മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്താവുന്നതാണ്. ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ആർട്ടിക്കിൾ 20, 21 ഒഴിച്ചുള്ള മൗലിക അവകാശങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്താവുന്നതാണ്. ആർട്ടിക്കിൾ 19 പ്രകാരമുള്ള 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾക്കുമേൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെങ്കിൽ യുദ്ധമോ അധിനിവേശമോ അതുപോലുള്ള സാഹചര്യങ്ങളോ ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ആർട്ടിക്കിൾ 12 കുറിച്ച് നോക്കാം. ഇതിലാണ് ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ് അഥവാ സ്റ്റേറ്റ് എന്നതിൻ്റെ നിർവചനം ഉള്ളത്. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വ്യവസ്ഥകളിൽ സ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് എന്നാൽ ഇനി പറയുന്നവ ഉൾക്കൊള്ളുന്നു. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്ന് ഇനി പറയുന്നവയാണ്. കേന്ദ്ര മന്ത്രിസഭയും പാർലമെൻറ്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. അപ്പോൾ രാഷ്ട്രം എന്നാൽ കേന്ദ്ര മന്ത്രിസഭയും പാർലമെൻറ്റും സംസ്ഥാന മന്ത്രിസഭയും നിയമസഭയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ് രാഷ്ട്രം. സ്റ്റാറ്റ്യൂട്ടറി, നോൺ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളും ഇതിൽ ഉൾപ്പെടുന്നു. ആർട്ടിക്കിൾ 12 പ്രകാരം രാഷ്ട്രത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ പോലും സ്റ്റേറ്റിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നുവെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ ഇവയുടെ പ്രവർത്തനങ്ങളാൽ മൗലിക അവകാശം ലംഘിക്കപ്പെട്ടാൽ ഇവയിൽ ഏതിനെതിരെയും നിയമസഹായം തേടാവുന്നതാണ്. അടുത്തത് ജുഡീഷ്യൽ റിവ്യൂ, നീതിന്യായ പുനഃപരിശോധന. ആർട്ടിക്കിൾ 13. പാർലമെൻറ്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളോ സർക്കാരിൻ്റെ ഉത്തരവുകളോ മൗലിക അവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ആർട്ടിക്കിൾ 32 പ്രകാരം ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരം ഉണ്ട്.
പാർലമെൻറ്റോ സംസ്ഥാന നിയമനിർമ്മാണ സഭകളോ പാസാക്കുന്ന നിയമങ്ങളോ സർക്കാരിൻ്റെ ഉത്തരവുകളോ മൗലിക അവകാശത്തെ ഹനിക്കുകയാണെങ്കിൽ അവയെ അസാധുവാക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും, അത് ആർട്ടിക്കിൾ 32 പ്രകാരം ഹൈക്കോടതിക്കും ആർട്ടിക്കിൾ 226 പ്രകാരവും ഉണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ഇത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചോണം, ഇത് മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. ആർട്ടിക്കിൾ 13 പ്രകാരം ഭരണഘടനാ ഭേദഗതിയെ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് 1973 ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായ ഒരു മൗലികാവകാശത്തെ ലംഘിക്കുന്നുവെങ്കിൽ ഭരണഘടനാ ഭേദഗതിയെയും കോടതിക്ക് പുനഃപരിശോധിക്കാൻ കഴിയും. ഭരണഘടനാ ഭേദഗതി ഒരു മൗലിക അവകാശത്തെ ഹനിക്കുന്നുവെങ്കിൽ ആ ഭരണഘടനാ ഭേദഗതിയെ പോലും സുപ്രീം കോടതിക്ക് പുനഃപരിശോധിക്കാൻ കഴിയും. കേന്ദ്രവും സംസ്ഥാനങ്ങളും സംബന്ധിച്ച വിഷയത്തിൽ കോടതിക്ക് നീതിന്യായ പുനഃപരിശോധനാധികാരം ഉപയോഗിക്കാം. ഭരണഘടനയിൽ ഒരിടത്തും നീതിന്യായ പുനഃപരിശോധന, അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന പദം പരാമർശിക്കപ്പെട്ടിട്ടില്ല. മൗലിക അവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഏതൊരു നിയമവും റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അപ്പോൾ ഏത് കോടതിക്കാണ് മൗലികാവകാശത്തിന് വിരുദ്ധമെങ്കിൽ ഏതൊരു നിയമവും റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത്? സുപ്രീം കോടതിക്ക്. ഫെഡറൽ തത്വങ്ങളുടെ കാര്യത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന അധികാര വിഭജനത്തിന് വിരുദ്ധമെങ്കിൽ ആ നിയമം നീതിന്യായ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനുള്ള അധികാരവും സുപ്രീം കോടതിക്കുണ്ട്. ഉദാഹരണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നിർമ്മിച്ച ഒരു നിയമം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണെന്ന് ഏതെങ്കിലും സംസ്ഥാനത്തിന് തോന്നുന്ന പക്ഷം അവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അവരുടെ നിലപാട് ശരിയെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിയമം ഭരണഘടനാ വിരുദ്ധമായി സുപ്രീം കോടതി പ്രഖ്യാപിക്കും. അപ്പോൾ ഭരണഘടന എന്ന ടോപ്പിക്കിലെ മൗലിക അവകാശങ്ങൾ എന്ന ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.